ശ്രീ വി ഡി സതീശൻ അത്തരത്തിലുള്ള ഒരു ഭീഷണിക്കും വഴങ്ങുന്ന ഒരാളല്ല എന്ന നല്ല ബോധ്യം യൂത്ത് ലീഗിനുണ്ട്. ആ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു ധൈര്യം, ഒരു ചാനൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ, ചില മാധ്യമപ്രവർത്തകരെ അത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കാൻ ചാനലിന്റെ ഫ്ലോറിനകത്തുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യം ചെയ്താലും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവില്ല, സർക്കാരുകൾ മാറി മാറി വന്നാലും എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് യൂത്ത് ലീഗ് ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗ് ഇത്തരം ഒരു പരാതി കൊടുത്തത്. യൂത്ത് ലീഗ് കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ കായിക സ്പെഷ്യൽ സെക്രട്ടറി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇനി തുടർന്നും അതിശക്തമായി യൂത്ത് ലീഗ് ഇതിന്റെ തുടരന്വേഷണം നടത്താൻ വേണ്ടിയുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകും. സർക്കാരുകൾ മാറി മാറി വന്നാലും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. അത് ഞങ്ങൾ വളരെ വിജിലന്റായി ജാഗ്രതയോടെ അക്കാര്യത്തിൽ തുടരന്വേഷണം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളും എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. സർക്കാർ ഒരു നിലക്കും ഇക്കാര്യത്തിൽ പുറകോട്ട് പോകാൻ പാടില്ല. കൃത്യമായ അന്വേഷണം നടക്കണം. പല നിലക്ക് വരൊക്കെ ഭീഷണിപ്പെടുത്തും. ഇപ്പോൾ മുട്ടിൽ മരമുറി കേസിൽ നമുക്കറിയാം. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണം നടത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എന്തെല്ലാം വാർത്തകളാണ് ഇതിനകത്ത് വന്നത്. ആ ഉദ്യോഗസ്ഥനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന പല തരത്തിലുള്ള വാർത്തകളും വന്നു. അപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുറയിൽ തകർക്കാൻ ഒരു ചാനൽ കൈവശമുണ്ടെങ്കിൽ അത്തരം അന്വേഷണങ്ങളൊക്കെ അട്ടിമറിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. അതൊരു നിലക്കും നടക്കാൻ പാടില്ല. അവരുടെ മുറയിൽ തകർക്കുന്ന വാർത്തകൾ വന്നാലും ശരി, സർക്കാർ അത്തരം ഉദ്യോഗസ്ഥന്മാരെ പ്രൊട്ടക്ട് ചെയ്യണം. കുറ്റം ആര് ചെയ്താലും ആ കുറ്റകൃത്യങ്ങളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഇന്ന് കേരളം ഭരിക്കുന്ന ഒരു സർക്കാർ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അത്തരത്തിലുള്ള ഒരു ഭീഷണിക്കും വഴങ്ങുന്ന ഒരാളല്ല എന്ന നല്ല ബോധ്യം യൂത്ത് ലീഗിനുണ്ട്. ആ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സർക്കാർ, UDF സർക്കാരും ബഹുമാന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രിയും തെറ്റാര് ചെയ്താലും, അത് റിപ്പോർട്ടർ TV അല്ല, അത് മുൻ കായിക മന്ത്രിയല്ല, തെറ്റാര് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന ഉറച്ച വിശ്വാസം യൂത്ത് ലീഗിനുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കും അത്തരം ഒരു ബോധ്യമുണ്ട്. അങ്ങനെ ഒരു ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് 102 സീറ്റ് കൊടുത്ത് UDF സർക്കാരിനെ അധികാരത്തിലെത്തിയത്.